ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുധീഷിനെ കാണാത്ത ടെൻഷനിലാണല്ലേ സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും അച്ഛനും ഒക്കെ. എന്തായാലും സത്യങ്ങളൊക്കെ ഹരീഷ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. സുധീഷ് പോകുന്നതിന് മുൻപ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം സുഭാഷ് ഏട്ടനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. നീ എന്തേ അത് മുൻപേ പറഞ്ഞിരുന്നില്ല? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ സുധീഷിനെ ഇവിടുന്ന് വിടുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പുറത്ത് നിന്നിട്ട് അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിധിയെ വിളിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. ഇതൊക്കെ കേട്ട് ടെൻഷനായിട്ട് നികേഷ് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര പേടിയുണ്ട് ആൾക്ക് സുധീഷ് ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ നിധിയെ വിളിക്കുന്നുണ്ട്. എന്തിനാ അച്ഛൻ സുധീഷിനെ പറഞ്ഞയച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് പണവും സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. സുധീഷിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇവർ പറയുന്നത് സുധീഷ് ആ പണവുമായിട്ട് രക്ഷപ്പെട്ട് മോഷ്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ ആകെ സങ്കടമാവും. സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, മോളെ സുധീഷ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നിനക്കറിയില്ല സുധീഷിനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, എനിക്കറിയാം സുധീഷിനെ, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. അത് ഞാൻ ഇവരോട് പറയുന്നുണ്ട്. പക്ഷേ ഇവർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇവർ സുധീഷ് മോഷ്ടിച്ചെന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നിധി എന്ന് പറഞ്ഞിട്ട് ഹേമ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി ഫോൺ കട്ട് ചെയ്യാട്ടോ, ഞാൻ വിളിക്കേണ്ട എന്തായാലും സുധീഷ് അവിടെ എത്തുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ ഭാസ്കരനച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു ഒരു ദിവസം ഒരിക്കലും പെട്ടെന്ന് ഒരാളുടെ മനസ്സ് മാറില്ല. അയാൾക്ക് നല്ല ദേഷ്യമുണ്ട്, അയാൾ വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാനതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും എന്നെ വിശ്വസിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടില്ലേ ആളെ മയക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതുപോലെ ചെയ്ത് കാണും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിലേ ഞങ്ങൾ ടെൻഷൻ അടിച്ച് നിൽക്കണം, അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്, അത് ഞാൻ ഇനിയും പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹരീഷും സുഭാഷ് ചേട്ടനൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അവർ തന്നെ തീരുമാനിക്കുകയാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, നമ്മളെ സമയം പോവുകയാണ്, എത്രയും പെട്ടെന്ന് സുധീഷിനെ കണ്ടെത്തണം, നമുക്ക് അവനെ പോയി തിരയാന്നൊക്കെ വിചാരിച്ചിട്ട് അവർ തിരയാന്നുള്ള പ്ലാനിങ്ങോട് കൂടി നിൽക്കുക കേട്ടോ. നികേഷ് ആണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഭയങ്കര കരച്ചിലാണ്. ഇവർ സമാധാനിപ്പിക്കുന്നുണ്ട്, സുധീഷ് ചേട്ടന് ഒന്നും സംഭവിക്കില്ല, നീ വിഷമിക്കാതിരിക്കുക, നമ്മൾ വലിയ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടനും ഹരീഷും കൂടി തിരയാൻ വേണ്ടി പോവാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നികേഷ് പറയുന്നത്, ഞാനും വരും, സുധീഷ് ചേട്ടനെ കിട്ടാതെ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവനോട് വരണ്ടാന്ന് പറയുമ്പോൾ അവൻ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടി ബൈക്ക് എടുത്ത് പോകുമ്പോഴാണ് ഭാസ്കരൻ അച്ഛൻ പറയുന്നത്, ഞാനും കൂടി വരടാന്ന്. പക്ഷെ ഇവർ സമ്മതിക്കില്ല. അപ്പം അച്ഛൻ ഇവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മകനൊന്നും പറ്റരുത്, അഥവാ എൻ്റെ മകൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രാജീവ് ശങ്കറെ, നിനക്കൊരു മകനുണ്ടല്ലോ, അവൻ സൂര്യോദയം കാണില്ല, ഇത് ഭാസ്കരനാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും സുധീഷിനെ കാണാത്ത വിഷമം ഭാസ്കരൻ അച്ഛനും നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ തിരയാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മളെ ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു സ്കൂട്ടി എടുക്കുന്നുണ്ട്. ആ സ്കൂട്ടിയിലാണ് ഹരീഷ് പോകുന്നത്. സുഭാഷ് ചേട്ടനോടും നികേഷിനോടും ഹരീഷിന്റെ ബൈക്കിൽ വരാനും ഹരീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഹരീഷിന്റെ ഫോണിലേക്ക് നീതു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവം നീതുവിന് കാര്യമൊന്നും അറിയില്ലല്ലോ. നീതു വിളിക്കുമ്പോഴാണെങ്കിലും നമ്മളെ ഹരീഷ് ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഓഫ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറെ കഴിയുമ്പോൾ നമ്മളെ നികേഷൊക്കെ ചോദിച്ചിരുന്നു, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിളി കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, ഇതെന്താ, ആരാ വിളിക്കുന്നതെന്ന്. അതൊരു കസ്റ്റമറാണ്, റെഗുലർ കസ്റ്റമറാണെന്നൊക്കെ കേട്ടോ പറയുന്നത്. എന്തായാലും വീണ്ടും വീണ്ടും വിളിച്ചപ്പോൾ നമ്മളെ ഹരീഷിന് ദേഷ്യം പിടിച്ച് ഹരീഷ് കോൾ എടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത്, വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വീണ്ടും നമ്മളെ നീതു ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം പറയുന്നുണ്ട്, പോടി പുല്ലേ, ഫോൺ വെച്ചിട്ട് പോ, മനുഷ്യന് ഇവിടെ അല്ലെങ്കിലേ ടെൻഷനാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ ഹരീഷ് പറയുന്നത്, നിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളാം, എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്, നീ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓ അപ്പം നീ പുറത്താണല്ലേ, വെള്ളടിക്കാൻ വന്നതായിരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വന്നിട്ട് ഹരീഷ് വീണ്ടും ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പം നീതുവിന് ദേഷ്യം വന്നിട്ട് നീതു ഫോണൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. എന്തായാലും പാവം നമ്മളെ നീതു കാര്യങ്ങളൊന്നും അറിയില്ല. ഹരീഷിന് നീതുവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവിടെ ഏട്ടനെ കാണാത്ത ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് നീതുവിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ ആർക്കായാലും ദേഷ്യം വരും, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ആ സമയത്ത് അവന് സംഭവങ്ങളൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സുഭാഷ് ചേട്ടനും നികേഷും എല്ലാവരും ഭയങ്കര തെരച്ചിലാണ് നമ്മളെ സുധീഷിന് വേണ്ടിയിട്ടുള്ള. സുധീഷിനെ കടത്തിക്കൊണ്ടുപോയ ആ വീട്ടിലേക്ക് രാജീവനും അതുപോലെ തന്നെ അരുണും കൂടി വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ആ സമയത്ത് ആ ഗുണ്ടകളോട് പണം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ബാഗുമായിട്ട് അവർ
അച്ഛന് അതായത് രാജീവിന് പണം കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. രാജീവിന് സുധീഷിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ പണത്തിന്റെ ബാഗ് അവർ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അത് നമ്മൾ സുധീഷ് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. സുധീഷ് രാജീവിനെയും അരുണിനെയും കാണുന്നില്ല, അവർ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബാഗുമായിട്ട് ഇയാൾ പോകുന്നത് കാണുമ്പോൾ അവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഈ ബാഗ് കൊണ്ടുപോകുന്നത്. പിന്നെ അവനിങ്ങനെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ, എന്തൊക്കെയോ ആരൊക്കെയോ പ്ലാനിങ് ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ മുഴുവനായിട്ട് ഇത് രാജീവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണെന്ന് സുധീഷ് അന്നേരം വിശ്വസിക്കുന്നോ മനസ്സിലാക്കുന്നോ ഇല്ല. അങ്ങനെ ഈ പണമൊക്കെ കൈമാറുന്നുണ്ട് രാജീവനും അരുണിനും. അതിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് തിരിച്ച് ഈ ഗുണ്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തു തന്നില്ല, അതിൻ്റെ പ്രതിവിധിയായിട്ട് കൊടുക്കുമായിരിക്കും, ഇനിയും വേണമെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് ഞാൻ ബാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ എന്തെടുക്കാന്ന് ചോദിക്കുമ്പോൾ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്, മൂത്രം ഒഴിക്കാൻ പോലും വിട്ടിട്ടില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ നമ്മൾ അരുൺ അങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, നിധിയെ കല്യാണം കഴിച്ചതും പിന്നെ അതുപോലെ തന്നെ സുഭാഷേട്ടനെ വീട്ടിലൊക്കെ പോയിട്ട് ഇവർ അടി ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവന് ദേഷ്യം വന്നിട്ട് എനിക്കൊന്ന് സുധീഷിന് രണ്ടെണ്ണം പൊട്ടിക്കണം, ഇവിടെ വരെ വന്നിട്ട് പൊട്ടിക്കാതെ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പം വേണ്ട, എല്ലാം ആവാം, അവനെ തീർക്കണം, പക്ഷെ ഇവിടുന്ന് വേണ്ട, ഇപ്പം നീ പോയി കഴിഞ്ഞാൽ നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ളത് അവന് മനസ്സിലാവും, അതിപ്പോൾ മനസ്സിലാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അരുണിന് അത്രണ്ട് സഹിക്കുന്നില്ല, എനിക്ക് സുധീഷിനെ രണ്ടെണ്ണം പൊട്ടിച്ചേ മതിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷേ നീ ശ്രദ്ധിച്ചിട്ട് വേണം, നീയാണെന്ന് മനസ്സിലാവരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അരുണ് ഫേസിൽ മാസ്ക് ഇട്ട് മുഖമൂടിയൊക്കെ ഇട്ടിട്ടാണ് പോയിട്ട് നമ്മളെ സുധീഷിനെ അടിക്കുന്നുണ്ട്. പിന്നെ ഒരു വടി കൊണ്ടൊക്കെ, വലിയൊരു വടി കൊണ്ടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴും നമ്മളെ സുധീഷിന് മനസ്സിലാവുന്നില്ല ഇത് അരുണാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, അരുണിന്റെ കണ്ണ് മാത്രം കാണുന്നുള്ളൂ. അന്നേരം അവൻ പറയുന്നുണ്ട് കേട്ടോ, എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടടിക്കുന്നത്, നിങ്ങൾക്ക് നാണമാവുന്നില്ലേ ഒരാണിനെ ഇങ്ങനെ കെട്ടിയിട്ടടിക്കുക, ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേരെ അഴിച്ചിട്ടിട്ട് തല്ലിടുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അന്നേരം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അരുണിന് പൈസ ഏൽപ്പിച്ച കാര്യവും അരുണിന് ആ സമയം വെച്ച് വയ്യാതെ ആയതും ഒക്കെ ആലോചിക്കുന്നുണ്ട്. അരുൺ അടിച്ചു പോയതിന് ശേഷം ഇനി അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ടുള്ളൊരു പ്ലാനിങ് ആയിരിക്കുമോ, എൻ്റെ കയ്യിൽ മനഃപൂർവ്വം ഇങ്ങനെ തന്നതായിരിക്കുമോ, എന്നിട്ട് ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഇതൊരു സത്യമാണെന്നും സുധീഷ് അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നീതു ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, സുധീഷിന് ഒരു ആപത്തും വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എമ്മയാണെങ്കിൽ ഹാളിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. സാന്ദ്രയാണെങ്കിൽ വന്ന് പാല് കൊടുക്കുന്നുണ്ട്. അമ്മ പണം പോയത് പോയി, അത് ഇനി തിരിച്ചു വരില്ലല്ലോ, നിങ്ങൾ ഈ പാല് കുടിക്കുക, രാവിലെ തൊട്ടേ ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, എനിക്ക് പണം പോയതിൽ ഒന്നല്ല സങ്കടം, എൻ്റെ മോളെ ജീവിതം ആലോചിച്ചിട്ടാണ്, അവൾക്ക് ഇനിയൊരു ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണെന്ന് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ സമയത്താണ് വണ്ടിയുടെ ഹോണടി കേൾക്കുന്നത്. ആ സമയത്ത് രാജീവനും അരുണും കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. എന്തോ രാജീവൻ എന്തൊക്കെയോ ടെൻഷൻ അടിച്ചിരിക്കുന്ന രീതിയിലൊക്കെയാണ് വരവ്. വന്ന വരവ് തന്നെ എന്തോ എടുത്ത് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ ഹേമ ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത്, ഭയങ്കര ടെൻഷനാണല്ലോ, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ, സുധീഷിനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, സുധീഷ് ഇല്ലേ, നീ വിശ്വസിച്ച സുധീഷ്, അവൻ ഈ പണവും സ്വർണ്ണമൊക്കെ ആയിട്ട് നാട് വിട്ടിട്ടുണ്ട്, സുധീഷ് പണവുമായിട്ട് നാട് വിട്ടെന്നുള്ള കാര്യം ഇവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ രാജീവിന് അവരെവിടേക്കോ പോയി അന്വേഷിച്ചു, എന്നിട്ടും കിട്ടിയില്ല എന്നുള്ള ലെവലിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അരുണ് പറയുന്നുണ്ട് കേട്ടോ, അവൻ ഭയങ്കര തന്ത്രപൂർവ്വമായിട്ടാണ് കാര്യം ചെയ്തത്, അവന് ഇങ്ങനത്തെ ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ഇത്രമായിട്ട് കൃത്യതയോട് കൂടി ചെയ്യാൻ കഴിയില്ല. ആദ്യം അവൻ അവളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി, ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും പണം എല്ലാം കടത്തിക്കൊണ്ടുപോയി, അവനൊരു മോഷ്ടാവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ ഒരു കള്ളനാക്കിക്കൊണ്ടാണ് നമ്മളെ രാജീവനും അതുപോലെ തന്നെ അരുണൊക്കെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഹേമ പറയുന്നുണ്ട്, കേട്ടില്ലേടി, നിന്റെ ചേട്ടൻ പറയുന്നത് കേട്ടില്ലേ, അവനെ നീ വിശ്വസിച്ച് വെച്ചതല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രാജീവനാണെങ്കിൽ എന്തൊക്കെയോ ആക്ഷൻ എടുത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ, എന്തോ അറ്റാക്ക് വരുന്ന പോലെയൊക്കെ, വേദന വന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഹേമ ഭയങ്കര ടെൻഷനിൽ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വെച്ചാൽ ഭയങ്കരമായിട്ടാണ് നമ്മളെ രാജീവൻ അഭിനയിച്ച് തകർക്കുന്നത്. അത്രയും സ്വർണവും പണവും പോയി, എൻ്റെ മോളെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള ലെവലിലൊക്കെ ആയിട്ട് അവർ അഭിനയിക്കുന്നത്. നിധിയോട് പറയുന്നുണ്ട്, നിധി നീ ഇത്രയും കാലം വിശ്വസിച്ച് അവനുണ്ടല്ലോ, അവൻ ഇത്രയും മോഷ്ടാവായിരുന്നോ, ഞാനൊരു 10% അവനല്ല അത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു, ഇന്നത്തോടു കൂടി അതും ഇല്ലാതായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷിനെ അത്രമാത്രം ഒരു കള്ളനാക്കിയിട്ടാണ് രാജീവനും അരുണും സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം അവരെത്രയോ സമയം സുധീഷിന് വേണ്ടിയിട്ട്, സുധീഷിനെ പോയിട്ട് തെരഞ്ഞ് കണ്ടുപിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വന്ന ഒരു അവസ്ഥയിലാണ് അവരും സംസാരിക്കുന്നത്. അപ്പോൾ സ്വന്തം അച്ഛനും ചേട്ടനും ഇങ്ങനെ പറയുമ്പോൾ കുറച്ചൊക്കെ അവരുടെ ഭാഗത്തുനിന്നും നിധി ചിന്തിക്കാതിരിക്കില്ലല്ലോ. സാന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, അവസാനമായിട്ട് കാർ ഓഫായത് ട്രാക്ക് ചെയ്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അരുണ് പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യമാണ്, ഇതൊക്കെ ഞങ്ങൾ നോക്കിയതാണ്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വിഷയം മാറ്റുകയാണോ ചെയ്യുന്നത് നമ്മളെ
നമ്മളെ രാജീവനാണെങ്കിലും അതുപോലെ തന്നെ അരുണാണെങ്കിലും ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിധി എന്തായാലും അറിയും സുധീഷ് എവിടെയാണുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് സാന്ദ്രയോട് അങ്ങനെ അരുണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും സുധീഷ് ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് നിധിക്ക് 100% ഉറപ്പാണെങ്കിലും ഇവർ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ 1% ആരായാലും വിശ്വസിക്കും അല്ലേ? അതുപോലെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളെ പാവം സുധീഷ് ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് സുധീഷിന് വെളിയിൽ വരാൻ കഴിയട്ടെ, സത്യങ്ങളൊക്കെ എല്ലാവരും അറിയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.